ടൈൽസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടാങ്കിന്റെ വീഡിയോ ആണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ ബെറ്റ ബ്രീഡിംഗ് ഒക്കെ നിർത്തി വെച്ചേക്കുകയാണ്. ചില സാഹചര്യങ്ങൾ കാരണമാണ് അങ്ങനെ നിർത്തി വെക്കേണ്ടി വന്നത്. ഈ ടാങ്കിന് 40 രൂപയാണ് ചിലവായിട്ടുള്ളത്. ഏകദേശം 20 ലിറ്റർ വെള്ളം നമുക്കിതിൽ നിറയ്ക്കാൻ പറ്റും. ഇനി ഈ ടാങ്ക് എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. ഇത് ഇലക്ട്രിക് പൈപ്പാണ്. നമ്മൾ സാധാരണ ഇലക്ട്രിക് ഷോപ്പുകളൊക്കെ വാങ്ങി കിട്ടുന്ന ഇലക്ട്രിക് പൈപ്പാണ്. ഇതിന് 1 മീറ്ററിന് 14 രൂപയാണ് വില. ഇത് ഏകദേശം ഞാനൊരു 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇത് 16 ഇഞ്ച് വ്യാസത്തിലാണ് ചെയ്യുന്നത്. അതിന് 52 ഇഞ്ച് നീളമാണ് വേണ്ടത്. ഇവിടെ 52 ഇഞ്ച് നീളത്തിന് പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ പൈപ്പിൽ നമുക്ക് ജോയിന്റ് ചെയ്യാനായിട്ട് 1 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഒന്ന് 4 ആയിട്ട് കട്ട് ചെയ്യണം. ഇനി ഇതിൽ ഇൻസുലേഷൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ബലത്തിന് വേണ്ടിയിട്ടാണ് ഇൻസുലേഷൻ ടേപ്പ് ഒന്ന് ചുറ്റിയെടുക്കാം. 2 പൈപ്പ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. 2 പൈപ്പ് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് 8 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത പൈപ്പാണ്. ഇത് നമുക്ക് ഹൈറ്റിന് വേണ്ടിയിട്ടാണ്. അതൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഹൈറ്റിന് വേണ്ടി എടുത്ത പൈപ്പിന്റെ അതേ കനത്തിൽ ഞാനൊരു സ്റ്റീൽ പൈപ്പ് എടുത്തിട്ടുണ്ട്. അത് ഈ റൗണ്ട് പൈപ്പിൽ ഒന്ന് ഹോൾ ചെയ്യാനായിട്ടാണ്. റൗണ്ട് പൈപ്പ് ടോട്ടൽ നമ്മൾ എടുത്തിട്ടുള്ളത് 52 ഇഞ്ചാണ്. അതിൽ നമ്മൾ 1 ഇഞ്ച് ജോയിൻ ചെയ്യാനായിട്ട് എടുത്തു. ബാക്കിയുള്ളത് 51 ഇഞ്ചാണ്. ഈ 51 ഇഞ്ചിനെ നമ്മൾ 4 ആയിട്ട് ഭാഗിക്കുന്നു. 12.7 ഇഞ്ച് വരുന്നുണ്ട്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇനി നേരത്തെ എടുത്ത സ്റ്റീൽ പൈപ്പ് നമുക്കൊന്ന് ചൂടാക്കി മാർക്ക് ചെയ്ത ഭാഗത്തെല്ലാം നമുക്ക് ഹോൾ ചെയ്യാം. രണ്ട് റിങ്ങും സെയിമായി ഹോൾ ചെയ്തെടുക്കാം. ഇനി ഈ പൈപ്പിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് നമുക്കൊന്ന് 4 ആയിട്ട് കട്ട് ചെയ്ത് അതിനുശേഷം നമുക്ക് ഇതിലൊന്ന് ഫിറ്റ് ചെയ്യാം. ഈ ജോയിന്റിലെല്ലാം നമുക്ക് ഗ്ലൂ ഗം ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇൻസുലേഷൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റിയെടുക്കാം. ഫ്രെയിം ആയിട്ടുണ്ട്. ടാങ്കിനുള്ള ഫ്രെയിം തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല സ്ട്രോങ് ആണ്. ഇത് ടാങ്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഷീറ്റാണ്. ഇത് മിക്കവാറും എല്ലാ ഹാർഡ്വെയർ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടുന്നതാണ്. 1 കിലോ ഷീറ്റിന് 65 രൂപയാണ്. ഈ 1 കിലോ ഷീറ്റിൽ നമുക്ക് ഏകദേശം 8 ടാങ്ക് വരെ ഉണ്ടാക്കാൻ സാധിക്കും. ടാങ്കിന്റെ അളവിൽ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3 അടി സ്ക്വയർ ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിന്റെ സെന്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെന്റർ കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ ഈ ഷീറ്റ് ഫ്രെയിമിനകത്തേക്ക് ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ബേസ് കറക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഞാൻ ഒരു പാത്രം ഇതിനകത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ബേസ് കറക്റ്റ് ഷേപ്പിൽ അകത്ത് റൗണ്ട് ഷേപ്പിൽ വരാനായിട്ടാണ് ഈ പാത്രം വെക്കുന്നത്. ഈ പാത്രം വെച്ചതിന് ശേഷം ഈ സൈഡെല്ലാം നന്നായി ടൈറ്റ് എടുക്കുക. അപ്പോൾ ഈ പൊസിഷൻ ഒന്ന് മാറാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു വെയിറ്റും കൂടി ഇതിനകത്ത് വെക്കുന്നുണ്ട്. ബേസ് കറക്റ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ ഷീറ്റ് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബേസാണ് നമ്മൾ പ്രത്യേകം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബേസ് ഒരേ ലെവലിൽ നിന്നില്ലെങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ വെയിറ്റ് വരുമ്പോൾ സൈഡ് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരേ ലെവലിൽ നിർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇത് കെട്ടാനായിട്ട് ഞാനിവിടെ ടാഗ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ മടക്കി എടുത്ത ശേഷം ടാഗ് വെച്ച് കെട്ടിക്കൊടുക്കാം. ടാഗ് വെച്ച് എല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മടക്കി വെച്ച ഭാഗത്തുള്ള ഗ്യാപ്പ് നമുക്കൊന്ന് അടച്ചു കൊടുക്കണം. കാരണം ഇതിൽ ഫിഷെല്ലാം കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മടക്കി വെച്ചിരിക്കുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഗം വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഇതുപോലെ ഒരു ടേപ്പും കൂടെ ചുറ്റിയെടുക്കാം, കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ടാങ്ക് ആയി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ഗം ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കുന്ന ടാങ്കുകളിൽ പ്രത്യേകിച്ചും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഒന്ന് കലക്കി വെക്കുക. 2 ദിവസം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി കലക്കി വെച്ച ശേഷം കൂടുതൽ വെള്ളത്തിൽ കഴുകി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ടാങ്ക് ഉപയോഗിക്കാം. നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ ഈ ടാങ്ക് ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ചും നിരന്ന സ്ഥലത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമാത്രമല്ല വെയിലേൽക്കാതെ, ഒരുപാട് വെയിലേറ്റ് കഴിഞ്ഞാൽ ഈ ഷീറ്റ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അധികം വെയിലില്ലാത്ത സ്ഥലത്തും നിരന്ന സ്ഥലത്തും വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ടാങ്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ കംപ്ലീറ്റ് വെള്ളം മാറ്റിയതിനു ശേഷം മാത്രം എടുത്ത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ടാങ്ക് ചെയ്യുന്ന ഫിഷ് വളർത്തുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കാണുക. ഇന്നിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.